ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. ഇത് കുക്കുംബറിൻ്റെ തൈ പൂ ഉണ്ടായിരിക്കുന്നു. ഇഷ്ടംപോലെ പൂ ഉണ്ടാകുന്നുണ്ട്. ഒരു വലുത് വന്നില്ലായിരുന്നോ? അതിൻ്റെ പറ്റിയെന്ന് എനിക്കറിയാൻ മേല. അത് ചീഞ്ഞ് താഴെ പോയി. പിന്നെ അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്നുണ്ട്. ഉണ്ടായിട്ട് ഇപ്പം ഞാൻ ഒന്നിനും പ്രതീക്ഷ വെക്കുന്നില്ല. നമ്മൾ ഈ പ്രതീക്ഷ വെക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത്. ചീര ഇന്നലെയും കൂടെ കുറച്ച് മാറ്റി നടന്നൊക്കെ വിചാരിച്ചാണേ, നടന്നില്ല. ഇന്നലെ കണ്ണൻ്റെ മുടിവെട്ടും ബഹളമൊക്കെ ആയിക്കൊണ്ട് അതിൻ്റെ പുറകെ അങ്ങ് പോയി. ഇതിനകത്തൊക്കെ കുറച്ചൊക്കെ കാടൊക്കെ കിടത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് പറിച്ചൊക്കെ കളയണം. കപ്പയൊക്കെ വേണ്ട. ഇത് നമ്മുടെ ശരിക്കുമുള്ള കപ്പ. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ നാടൻ കപ്പയെന്ന് പറയത്തില്ല അത്. ഇതാണ് ഈ ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന സൈസ് കപ്പയെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഈ കപ്പ ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതിൻ്റെ ഇല തമ്മിൽ ദണ്ട് ഇങ്ങനൊരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഇലയ്ക്ക് വലിയ വീതിയില്ല, നീളമുണ്ട്. നമ്മുടെ മറ്റേ കപ്പയുടെ എന്ന് പറഞ്ഞാൽ വീതിയുണ്ട്, നീളമില്ല. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ കടുകൊക്കെ വിളഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ കുറച്ച് ഒടിഞ്ഞൊക്കെ പോയി, അതൊക്കെ എടുത്ത് വെക്കണം. തക്കാളി എല്ലാം പോയി കിട്ടി. കാബേജും ഇതായിട്ടിരുന്നു. നമ്മുടെ നിത്യവഴുതന വേണ്ടേ, ഈ നിത്യവഴുതനയുടെ ഈ തണ്ടയിൽ ചെറിയൊരു മുള്ളു പോലെ ഉണ്ട് കേട്ടോ. കാബേജിന് ഇത് കെട്ടി വെച്ചാണിത്. ഇതൊക്കെ പക്ഷേ ഇതൊന്നും കെട്ടിയിട്ടില്ല. അതൊക്കെ തന്നെ സെറ്റായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വാളരിപ്പയറിൻ്റെ വേറൊരു കാര്യം കാണിക്കാനുള്ളത് എന്നാണെന്നറിയോ? നമ്മുടെ ഇത് നിൽക്കുന്നുണ്ട്, വാടി തളർന്ന് നിൽക്കുന്നുണ്ടോ? ഇതെന്നാ സംഭവം മനസ്സിലായോ? ഇത് നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ തൈയായിരുന്നു കേട്ടോ. 2 എണ്ണം ഉണ്ടായിരുന്നു. രണ്ടും ഇതുപോലെ ഇത്രയും ആയി കഴിയുമ്പോഴത്തേക്ക് എന്നെ പറ്റിയാന്നൊന്നും എനിക്കറിയത്തില്ല, വാടി. ഇനി ഇതിൻ്റെ തണ്ടയിലൊക്കെ വല്ല വണ്ടോ എന്നതിലൊക്കെ വന്ന് കുത്തുന്നോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിൽ അതങ്ങ് പോയി. ഇത് തക്കാളിയാണ്, മുരടി ചീക്കി. അതൊക്കെ മിക്കവാറും പറിച്ച് കളയത്തുള്ളൂ. ഇതും വേണ്ട, വാടിയൊക്കെ തുടങ്ങി. എല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരും. വളർന്ന് ഇച്ചിരി ഇങ്ങോട്ടായി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതങ്ങ് പോകും. ഇത് മത്തയാണേ. ഇതിൻ്റെ തണ്ട് ഞാനിങ്ങനെ ഓലയുടെ പുറത്തോട്ടാക്കി വിടും. അതിനിവിടെ ഓല ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ മറ്റേ ചെടിച്ചട്ടി കത്തിക്കുന്ന വെള്ളരി. മുളകും തേണ്ട വാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ കുഴപ്പമില്ല. ഇവിടെ ഒരു ചേട്ടൻ മരിച്ചിട്ടുണ്ട്, അതിൻ്റെയാണ്. പാട്ട് കേൾക്കുന്നുണ്ടോ ഇല്ലോ എനിക്ക് അറിയത്തില്ല, പക്ഷെ കേൾക്കുന്നുണ്ട്. പിന്നെ കോവയ്ക്കൊക്കെ പറിക്കാൻ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് പറിക്കണം. വഴുതനയുടെ ഞാനിങ്ങനെ നട്ട് ഇതുണ്ട്. ഇതിനകത്ത് വഴുതനയുടെ ഇതുണ്ട്, മൊത്തവും പോയി. ബാക്കി കുഴപ്പമില്ലൊക്കെ നിൽപ്പുണ്ട്. ഇച്ചിരി വളം മേടിക്കണം, എന്നാലേ ശരിയത്തുള്ളൂ. ഈ കൊന്നച്ചവറാണ് ഇതാണ് ഞാനിപ്പോൾ ഗ്രോ ബാഗിനകത്ത് അടിയിൽ ഇച്ചിരി മണ്ണിട്ടേച്ച് അതിൻ്റെ പുറത്തോട്ട് ഈ കൊന്നച്ചവറാണ് ഇട്ടേച്ചാണ് ഞാൻ അതിൻ്റെ പുറത്ത് പിന്നെ മണ്ണിട്ടേച്ചാണ് നടുന്നത്. ചീരയൊക്കെ ഇനി ഇവിടെ നിന്ന് മാറ്റി നടാനൊക്കെ ഉണ്ട്. ഇതിനകത്ത് ചെറിയൊരു മുരിങ്ങയുടെ കമ്പ് കേട്ടോ, അത് കിളുത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ചീരയൊക്കെ പറിച്ച് തോരൻ വെക്കാമെന്ന് വെച്ചിട്ട് അതിനകത്ത് മണ്ണൊന്ന് തട്ടിക്കളഞ്ഞ് വെച്ചാൽ അതൊന്നും കൂടെ ശരിക്കും നടണം. പയറിലൊക്കെ പൂ ഇട്ടിട്ടുണ്ടേ, പക്ഷെ എനിക്ക് അതുപോലെ തന്നെ ചോനലും കയറുന്നുണ്ട്. ഈ ചോനലാണ് ഈ പയർ മുഴുവൻ കളയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നീറിൻ്റെ കൂട് ഇതുണ്ട്, ഇതിനകത്ത് കൊണ്ട് വെച്ചതാണ്. പക്ഷെ അത് ശകലം പോലും നീറില്ല. അത് ചോനൽ ഒരുപാടുണ്ടെങ്കിൽ നീറ് കയറുകയല്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കപ്പയുണ്ടല്ലോ, ഈ കപ്പ സാധാരണ നമ്മൾ കപ്പ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് തലയ്ക്ക് ഒരുമാതിരി മന്ദത പോലെയല്ലേ. എന്നതൊക്കെ ഒരു ഇതുണ്ട്. അതിനെല്ലാവരും പറയും അതിൻ്റെ കൂടെ ഈ കപ്പയുടെ കൂടെ മീൻകറിയോ ഇറച്ചിക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കപ്പ തന്നെ കഴിക്കില്ലെന്ന്, എരിവുള്ള എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ പറയാം. അതിന് അത് ചെറിയൊരു വിഷാംശം അങ്ങനെ പറയാം. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കപ്പയ്ക്ക് അങ്ങനൊരു പ്രശ്നമേ ഇല്ല. എത്ര കഴിച്ചാലും ഉണ്ടല്ലോ നമുക്കൊരു ക്ഷീണമില്ല, ഒരു ശകലം പോലും ക്ഷീണമില്ല. നല്ലപോലെ വേകുകയും ചെയ്യും കേട്ടോ. ഇത് നമുക്ക് തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ തന്ന, കൊച്ചാട്ടൻ്റെ ഒക്കെ അടുത്തുനിന്ന്. കൊച്ചാട്ടൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ കപ്പക്കമ്പ്. അപ്പോൾ കൊച്ചാട്ടൻ എനിക്ക് കപ്പക്കമ്പ് തന്നെ. ഇത് പിന്നെ നമ്മുടെ തൊട്ട് ഇപ്പുറത്തെ വീട്ടിലെ നാടൻ കപ്പയുടേത് സാൽച്ചീച്ചർ ഇവിടുന്ന് തന്ന. ചുമ്മാ നട്ടതാ, കിഴങ്ങുണ്ടാവോ ഇല്ലയെന്നൊക്കെ ദൈവത്തിനറിയാം. കാര്യം പറമ്പിലൊക്കെ നല്ലപോലെ മണ്ണൊക്കെ കൂട്ടിയല്ലേ കപ്പയൊക്കെ നടേണ്ടത്. ഇത് ഞാൻ ചുമ്മാ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ ഇതിലങ്ങ് ചെയ്തതന്നേ ഉള്ളൂ. കിളിക്കൂട്ടിൽ രണ്ടാമത്തെ മുട്ടയും അയക്കണോ? രണ്ടാമത്തെ മുട്ടയും വിരിഞ്ഞു കേട്ടോ. രണ്ടാമത്തെ മുട്ടയും ഇട്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ആരുമില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ആളില്ലെന്നിട്ടല്ല, ചേട്ടനില്ല, ചേട്ടൻ ഓട്ടം പോയി.
പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് കറി വെക്കാൻ വേണ്ടി എടുത്താണ്. മുരിങ്ങയ്ക്ക് തേങ്ങ അരച്ചറി വെക്കാം, ചേന മെഴുക്കോട്ടി വെക്കാം. ഇതൊക്കെ ഇവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ്. വെക്കാൻ ഓർത്തു. ആർക്കും ചോറ് വേണ്ട. കണ്ണൻ ഇപ്പോഴാണ് ദോശയൊക്കെ കഴിച്ചത്. ട്യൂഷൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ഇപ്പോഴാണ് കഴിക്കുന്നവർ ഇപ്പോഴാണ് കഴിച്ചത്. അച്ചു പിന്നെ അറിയല്ലോ ദോശയും ഇതൊന്നും കഴിക്കുകയല്ല. അവള് സ്വന്തമായിട്ട് അടയും മീൻ വറുത്തതും അച്ചാറും ഒക്കെ ആയിട്ട് അവള് കഴിച്ചു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന പച്ചക്കറി കുറച്ചുണ്ടായിരുന്നേ. അപ്പം ഞാനത് ചേമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നെ അതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുത്ത് ഒരു ചെറിയ അവിയൽ, ഒരു ഇച്ചിരി നീണ്ട പോലത്തെ അവിയലില്ലേ, അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ളതെല്ലാം ഞാൻ അരച്ചു എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം വെന്തപ്പം മുരിങ്ങയ്ക്കായും ക്യാരറ്റ്, പിന്നെ കോവയ്ക്ക, ചേമ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് ഉരുളക്കിഴങ്ങ്, സവോള അങ്ങനെയൊക്കെ ഇട്ട് നമ്മളൊരു തട്ടിക്കൂട്ടി അവിയൽ. പക്ഷേ ഇത് ശരിക്കും ചേമ്പവിയലിനെ പറയാൻ പറ്റത്തുള്ളൂ. ചേമ്പാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അവിയലും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അയല അതും വറുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വറക്കാൻ ഇരിപ്പുണ്ട്, വേറെ മാത്രമേ വറുത്തുള്ളൂ. ഇവിടെ എല്ലാവർക്കും ചൂടോടുകൂടി മീൻ വറുക്കുന്ന ഇഷ്ടം. അപ്പം ഇതൊക്കെയാണ് ഇന്ന് ഉച്ചക്കത്തെ കറി എന്നൊക്കെ പറഞ്ഞാലേ. കാര്യം ആർക്കും ഒന്നും വേണ്ടാതെ എന്നതിന് നീ ഉണ്ടാക്കി വെക്കുന്നത്. നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച് കഴിക്കാൻ ആളില്ലെങ്കിൽ, ചേട്ടനുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഉച്ചയ്ക്ക് ഒന്നിച്ചിരുന്നു കൊണ്ടുപോയി. ചേട്ടനോട് ഇല്ലെങ്കിൽ എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട എന്നതൊക്കെ എടുത്ത് തിന്നേച്ച് ഇങ്ങനെ നടക്കും. ആർക്കും ചോറും വേണ്ട, ഒന്നും വേണ്ട. അതുകൊണ്ട് ഞാനത് ഇച്ചിരി അവിയൽ വെക്കാൻ ഓർത്തു. അപ്പം ഞാൻ രാവിലെ പ്രത്യേകിച്ചൊന്നും കഴിച്ചൊന്നും കേട്ടോ. ഇന്നലെ ഓർത്ത് തന്നെ ചോറുണ്ടാക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം അവിയലും മാങ്ങാച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒരു ഇലയൊക്കെ വെട്ടി ഇലക്കകത്തൊന്ന് കഴിച്ച് നോക്കാന്നൊക്കെ. അങ്ങനെ ഇരിക്കുന്ന നമുക്ക് ചില ചില ആഗ്രഹങ്ങൾ തോന്നുമല്ലോ ഇലക്കകത്ത് കഴിക്കാനും. എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തോന്നാറുണ്ടോ എന്ന് അറിയത്തില്ല, എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ ഓർത്തെന്നാ ഇലക്കകത്ത് ചോറുണ്ടാന്ന് വിചാരിച്ചു. അപ്പം അവിയലൊക്കെ കൂട്ടി ചില പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ല കേട്ടോ. ഈ അവിയലും മാങ്ങാച്ചാറും മാത്രം മതി എനിക്ക് ചോറിനാനായിട്ട്. അങ്ങനെ കഴിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എന്നതാ പ്രത്യേകിച്ച് ഇപ്പൊ കുക്കിങ്ങും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു എല്ലാവരും ഞാൻ കുക്കിങ് കാണിക്കുന്നു, വെറൈറ്റി കാണിക്കുക, അത് കാണിക്കുന്നു പറഞ്ഞു ഇപ്പൊ കുക്കിംഗ് ഇല്ല, ഒന്നും ചെയ്യാനില്ലെന്നേ. വല്ലതും വെച്ചാലല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാവരുടെയും ബ്രാക്കാന്ന് തോന്നുന്നു. ചുമ്മാ പറഞ്ഞു കേട്ടോ. ബ്രാക്കൊന്നുമല്ല. മനുഷ്യർക്ക് കണ്ടു കഴിഞ്ഞ് ബോറടിച്ച് കഴിയുമ്പോൾ അവരവരുടെ കാര്യം പറയുന്നതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ നമ്മുടെ അവയിലും ഇതൊക്കെയാണ്. അപ്പൊ രാവിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാനെന്ന് വെച്ചാൽ ദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു. ദോശ ഇന്ന് മൂന്നാമത്തെ ദിവസം. ഇന്ന് ദോശ മൂന്നാമത്തെ ദിവസം എന്ന് പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് രാവിലെ അരച്ചു വെച്ചാൽ വൈകിട്ടും ദോശ എടുത്തു, ഇന്നലെ ദോശ എടുത്തു, ഇന്നും ദോശ എടുത്തു. അതുകൊണ്ടാണ് പിന്നെ രാവിലെ പ്രത്യേകിച്ച് കാപ്പിയുടെ ഒന്നും കാണിക്കായിരുന്നേ. പിന്നെ ഇനി എന്നതാ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇതായിട്ട് പോകുന്നു. ഇനി വൈകിട്ട് കുറച്ച് ചീരയൊക്കെ നടാനുണ്ട്, അതും കൂടെ ഒക്കെ ഒന്ന് മാറ്റി. എന്നാ ചൂടാതെ ഇങ്ങനെ ചൂടായ എന്നാ ചെയ്യും മനുഷ്യര്? പെരക്കകത്തിരുന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പുറത്തൂടെ ഇറങ്ങി ജോലി ചെയ്യുന്നവരുടെ അവസ്ഥയൊന്നും ഓർത്ത് നോക്കി. കൂലിപ്പണിക്കാര്, ഡ്രൈവർമാര്, ഇവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാര്, അവരൊക്കെ ശരിക്കും ചൂട് മുഴുവൻ അനുഭവിച്ച് നല്ലപോലെ ഇതുണ്ട്. ഇതേ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. മഴക്കാലം ഏറ്റവും സുഖം. തുണി ഉണങ്ങാൻ ഇച്ചിരി പാട് കൊടുക്കുന്നതേ ഉള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതുപോലെ ചൂട് സഹിക്കാതെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ കറണ്ടും ഒക്കെ ഭയങ്കര ഇതാകുന്നു. ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇന്ന് മെസ്സേജ് വന്നിരിക്കുന്നു, കറണ്ടൊക്കെ ഓവറായിട്ട് എടുക്കുന്ന കാര്യം. ഇപ്പൊ എല്ലാ വീട്ടിലും AC ഉണ്ട്. സന്ധ്യ ആകുമ്പോഴത്തേക്ക് ചൂട് സഹിക്കാതെ വരുമ്പോൾ എല്ലാവരും AC ഇടും. അതുകൊണ്ട് എല്ലാവരും കറണ്ടൊക്കെ നോക്കി കണ്ടൊക്കെ ചിലവാക്കാൻ പറഞ്ഞു. രാത്രിയിലെ മോട്ടർ, തുണി വാഷ് ചെയ്യുന്ന, അതുപോലെ തുണി തേക്കുന്നത്, ഇതൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒരു 6 മണിക്ക് ശേഷം. പകലൊക്കെ അതൊക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പകലാണെങ്കിൽ പോലും എല്ലാ വീടുകളിലും ഇപ്പൊ ലൈറ്റും ഫാനും എല്ലാം എല്ലാവരും ഇട്ടുന്നുണ്ട്. ഇപ്പം ലൈറ്റ് ഇച്ചിരി കുറഞ്ഞാലും ഫാന് ഇടാതെ ആരും ഇരിക്കുന്നില്ല. കാര്യം ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ കുഞ്ഞ് നീണ്ട ഒരു അവിയലും ഒക്കെ കൂട്ടി ഇന്ന് ഉച്ചക്കത്തെ ഊണിനുള്ളതൊക്കെ ഒന്ന് എടുക്കട്ടെ. ഇന്ന് അമ്പലത്തിലൊക്കെ പോകണമെന്ന് ഓർത്തിരുന്ന ഒന്നും നടന്നില്ല, പോക്കൊന്നും നടന്നില്ല. മടി പിടിച്ചതിനാന്ന് എനിക്കത്ര. പിന്നെ ഭയങ്കര മടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ അമ്പലത്തിലൊക്കെ വലിയ കുഴപ്പമില്ല പോകും. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഒന്ന് സ്റ്റോപ്പ് ആയിപ്പോയി. പിന്നെ അമ്പലത്തിലുണ്ടല്ലോ മാസങ്ങളൊക്കെ കഴിയുമ്പോഴാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോഴാണ് പോകും. അതുപോലെ മടിയാകും. അപ്പം ഞാൻ ഈ അവിയലെല്ലാം ഒന്ന് നല്ല പോലെ. ഇപ്പം ജയചേച്ചി പറഞ്ഞു ജീനയൊക്കെ പാട്ട് പാടുന്നത് ഈ പൊട്ടപ്പാട്ടൊക്കെ കേട്ട് നിങ്ങളൊക്കെ സഹിക്കുന്നതേ ഉള്ളൂ. കാര്യം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി അറ്റവും മൂലമൊക്കെ അറിയുന്ന പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടൊക്കെ ഇങ്ങനെ നടക്കുന്നു എന്നേ ഉള്ളൂ. അതൊക്കെ ഈ തന്നെയൊക്കെ ആകുമ്പോഴത്തേക്ക്, അടുക്കളയിലൊക്കെ തന്നെ ആകുമ്പോഴത്തേക്ക് ഇതിപ്പം അവധിയാകുമ്പോൾ അച്ഛൻ കണ്ണനൊക്കെ വീഡിയോ വരുമെന്ന് വിചാരിച്ചിട്ടോ. 2 പിള്ളേരും, ഒരാൾ ഫോണ്, ഒരാൾ TV, അങ്ങനെ ഇടുന്നേ. കണ്ണനോട് ഞാൻ പറഞ്ഞു, കണ്ണനൊക്കെ സ്വഭാവമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നേ. ഇന്നലത്തെ വീഡിയോ കണ്ട് കാണുമല്ലോ, മുടിയൊക്കെ വെട്ടുന്നതിന് എന്നാ ബഹളമാണ് വെച്ചേക്കുന്നതെന്ന് അറിയാം. ഭയങ്കര ബഹളമൊക്കെ വെക്കുന്നത്. പിള്ളേരൊക്കെ വളരും തോറും വലിയ വലിയ ആൾക്കാരായിരുന്നു. അപ്പനും അമ്മയും ചെറിയ ചെറിയ ആൾക്കാരും ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നല്ല തല്ല് കൊടുക്കും കേട്ടോ, 2 പേർക്കിട്ടും കൊടുക്കും. ആൻസറിനേക്കാട് കാണിച്ച 2നെ ഞാൻ നല്ല അടി വെച്ച് കൊടുക്കും. നമ്മളെല്ലാം പിന്നെ ആരും അവരെ തല്ലി വളർത്താനായിട്ടുള്ളത്. അതുകൊണ്ട് ഒത്തിരി കിടന്ന് ഇതാകുമ്പോഴത്തേക്ക് ഓരോ കൊട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ ഇച്ചിരി ഒന്ന് കൊടുക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ അരപ്പൊക്കെ ഒന്ന് ചേർക്കട്ടെ.
ഈ ചേമ്പവിയിൽ നമ്മൾ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി ലൂസായിട്ട് വെക്കുന്ന നല്ലത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് തണുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അങ്ങ് കട്ടി പിടിക്കും. അപ്പം ഇച്ചിരി ലൂസാക്കി വെക്കാമെങ്കിൽ നല്ല തണുത്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് അല്ലെ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അങ്ങ് കട്ടി ചൂടോടുകൂടി നല്ലതായിട്ടിരിക്കും. ഇത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഇതാ. പിന്നെ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നിൽക്കട്ടെ. ഉപ്പും പുളിയൊക്കെ ഉണ്ട്. വേറെ പ്രത്യേകിച്ചും ചെയ്യേണ്ട. ഈ അവിയൽ കൂട്ടുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ബാബുസേൻ്റെ അമ്മേനെ ഓർമ്മ ചെയ്തു കേട്ടോ. ഞാൻ വന്ന അമ്മ അവിയൽ വെച്ച് അതിനകത്ത് ചേമ്പിടാതെ അമ്മ അവിയൽ വെക്കത്തില്ലേ. ഈ അവിയൽ വെച്ച് കഴിഞ്ഞേച്ച് അമ്മ ഒരു പാത്രം എടുക്കും. പാത്രത്തിലോട്ട് ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നോക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തേച്ച് ആ അടുക്കള വാതിക്കലോട്ട് ഇരുന്നേച്ച് അതൊരു കോരിക്കഴിക്കലുണ്ട് കേട്ടോ. അത് എപ്പോഴും കണ്ടി നിൽക്കുന്നിട്ട് അമ്മ എൻ്റെ നിനക്ക് വേണമെന്ന് ചോദിക്കും പാത്രത്തിൽ. ഞാൻ പറയും എനിക്ക് വേണ്ടാന്ന് പറയും. എന്നിട്ട് അമ്മ പറയും ഇങ്ങനെ കഴിക്കണം, കറി വെച്ച് നമ്മളിങ്ങനെ അതിൽ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അവിയൽ മാത്രമേ ഉള്ളൂ കേട്ടോ അമ്മ അങ്ങനെ കഴിക്കുന്നുണ്ട്. വേറെ ഒരു കറി അമ്മ ഉപ്പ് നോക്കും അങ്ങനെയുള്ളൂ. പിന്നെ അമ്മ പൊതുവെ വെജിറ്റേറിയൻ ആയിരുന്നു. ഒരുപാട് അങ്ങനെ മീൻ ഇറച്ചി മീനാണെങ്കിലും എല്ലാ മീനൊന്നും കൂട്ടത്തില്ലായിരുന്നു. പൊടിമീനൊക്കെ കൂട്ടത്തിലായിരുന്നു. പിന്നെ ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അമ്മ തുടത്ത പോലും ഇല്ല. വെച്ചു കൊടുക്കും പക്ഷെ കഴിക്കുക. അപ്പം നമ്മുടെ അവിയലും കൂടെ റെഡിയായി. ഞാനൊരു വാഴയില വെട്ടിക്കൊണ്ട് വരട്ടെ. എന്നിട്ട് അതിനകത്തിട്ട് ഇച്ചിരി ചോറൊക്കെ ഇട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ. അവനെയും കൂടെ എങ്ങനെയും പിടിച്ചെടുത്തണം. അവനും ഇച്ചിരി വാരി കൊടുക്കാമെന്ന് വിചാരിച്ചോണ്ട്. ചെറുക്കനാണെങ്കിൽ ഫോണും കൊണ്ടിരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അനങ്ങേല. നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ കറിയൊക്കെ ഇതൊക്കെ ഉള്ളു കേട്ടോ. വേറെ ഒന്നും എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. കഴിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് വെക്കാത്തത്. പിന്നെ ഇതൊക്കെ മതി. ഇനി വൈകിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്നതാ കഴിക്കുന്നതെന്ന് അറിഞ്ഞേച്ച് കറി വെക്കണമെങ്കിൽ അന്നേരം വെക്കാമെന്ന് വിചാരിച്ച്. എന്നാൽ ഈ ചൂട് വായിക്കൊണ്ടുണ്ടല്ലോ നമ്മൾ ഉച്ചയ്ക്ക് വെക്കുന്ന കറിയൊക്കെ ആണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വളിക്കുന്നേ. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഇച്ചിരിയും വെച്ച് വെക്കാമെങ്കിൽ അത് അന്നേരത്തേക്കുള്ളതൊന്ന് തീരും. ഇത് പിന്നെ അവിയൽ ഇച്ചിരി കാണും. ഞാൻ പിന്നെ എടുത്ത് ഓർത്ത് ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ല 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചേച്ചു. പിന്നെ വൈകിട്ട് അന്നേരം വേണേൽ ഒന്ന് ചൂടാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. അപ്പം നമ്മുടെ ആരായിരുന്നു ഹരിത പറഞ്ഞു ക്യൂടെക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു, നല്ല കളറാന്നൊക്കെ പറഞ്ഞിട്ട് ഇടിവെട്ടി. പിന്നെ നമ്മുടെ ബിന്ദു പറഞ്ഞു ക്യൂടെക്സ് നല്ലതാണ്. പിന്നെ ആരായിരുന്നു വേറെ ഏതോ ഒരു കമൻറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനും കൂടെ റിപ്ലൈ പറയണമെന്ന് തോന്നുന്നത്. ഭയങ്കര മറവിയാണ് ഇപ്പം. ഭയങ്കര മറവി. എനിക്കൊന്ന് കണ്ണിൻ്റെ ചൊറിച്ചിലിൻ്റെ ഒക്കെ കൊണ്ടായിരിക്കും ഭയങ്കര ചൊറിച്ചിലാണ് പിന്നെയും കണ്ണ് ഈ ചൂട് സമയമാകുമ്പോഴേ എനിക്കിതുപോലെ ചൊറിയുന്ന കേട്ടോ. മഴ സമയത്ത് അത്രയും പ്രശ്നമില്ല. ചൂട് സമയമാകുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ചൂടിൻ്റെയും കൂടെ ആയിരിക്കും കണ്ണിന് ചൊറിച്ചിലുണ്ട്. കണ്ണൊക്കെ കുറേ തണുത്തോളം പോയി കണ്ണിലേക്ക് ഞാനിങ്ങനെ ഒഴിക്കുന്നുണ്ട്. അതനുസരിച്ച് പിന്നെ എനിക്കൊന്ന് കന്മഷിയുടെയും കൂടെ ഒരു ചെറിയ അലർജി ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതും കൂടെ ആയതുകൊണ്ടിരിക്കും. മറ്റേ കന്മഷി എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ കണ്ണ് എഴുത്തുള്ളൂ. അതിനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കണ്ണിങ്ങനെ വീട്ടിൽ കൊണ്ട് നടക്കുമ്പോൾ എഴുതി കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ കണ്ണ് എഴുതത്തുള്ളൂ. അതിനകത്ത് വീട്ടിൽ കൊണ്ട് നടക്കുമ്പോൾ ഞാൻ കണ്ണ് എഴുതി നടക്കത്തില്ലായിരുന്നു. നമുക്ക് ചോറൊക്കെ കൊണ്ടുവന്നിട്ട് വീഡിയോ കൂടെ കണ്ടേച്ച് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വൈകിട്ട് എടുക്കാൻ എടുക്കാം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ നോക്കി കേട്ടോ. നോക്കിയതുകൊണ്ടാണ് ഒന്നും കൂടെ വന്നിച്ച് പറയാമെന്ന് വിചാരിച്ചത്. നമ്മുടെ ശ്രീദേവി പിള്ളേ എന്ന് പറഞ്ഞ ചേച്ചിയാന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. ചേച്ചിയാന്ന് പറഞ്ഞു. ജീന ഞാൻ ചേച്ചിയാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം തീരുമാനമായി. ചേച്ചി എന്ന് വിളിക്കാം നമുക്ക് ധൈര്യമായിട്ട്. പിന്നെ നമ്മുടെ ലിജോ അനിയനാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അത് ചേട്ടനാണോ എന്നെയാണ് ഞാൻ അനിയാതെ വിളിക്കുന്നുള്ളൂ. ലിജോ എന്നെ ജീനാമേന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ എല്ലാവരും വിളിക്കുന്നത് ജീനാമേന്നാണ്. അത് അച്ചു വിളിച്ച് തുടങ്ങിയതാണ് കേട്ടോ ഈ ജീനാമ എന്നുള്ള വിളി. അതിപ്പോൾ ഉണ്ടല്ലോ പ്രായമുള്ളവരും പിള്ളേരും എല്ലാവർക്കും ഇപ്പം ഞാൻ ജീനാമ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ജീനാമ എന്നുള്ള. ഞാൻ ഒരു കീണാമ ഉണ്ടായിരുന്നു കേട്ടോ. പറയും ആമയല്ല മുയലെന്നൊക്കെ പറയായിരുന്നു. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എന്നെ ചേച്ചിന്ന് വിളിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. ഈ ജീനാമോ എന്നുള്ള വിളി വിളിച്ച് അച്ചു എന്നെ ജീനാമോ എന്ന് വിളിച്ചു. പിന്നെ എന്നെ ആദ്യം വിളിച്ചു തുടങ്ങിയത് എൻ്റെ വിഷ്ണുമണിയാണ്. കൊച്ചച്ഛൻ്റെ മോനാണ്, പാവച്ചൻ്റെ കൊച്ചച്ഛൻ്റെ മോനെ. അപ്പോൾ ആ കൊച്ചണവനാണ് എന്നെ ആദ്യമേ ജീനാമേന്ന് വിളിച്ചു തുടങ്ങിയത്. അത് പിന്നെ ഇങ്ങനെയായി, പിന്നെ ദീപാച്ചിയിലായി, പിന്നെ ധന്യമണിയിലായി. അങ്ങനെ പോയി ഇപ്പൊ നാട്ടുകാർ മൊത്തം എന്നെ അങ്ങനെ ജീനാമേന്നാണ് വിളിക്കുന്നത്. അവരുടെ തുടങ്ങിയതാ, മണിയമ്മയുടെ ഒക്കെ അവിടെ നിന്ന് തുടങ്ങിയതാ ഈ ജീനാമേന്നുള്ള വിളി. അപ്പം ഞാൻ അതിനെ ആദ്യമൊക്കെ എനിക്കിത് പിന്നെ ഇപ്പൊ എനിക്ക് ശീലമായി. ഇപ്പൊ ലീജ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു എല്ലാവരും എന്നെ ജീനാമോ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇവരുടെ രണ്ടുപേരുടെ കമന്റിന്റെ കൂടെ ഉള്ളത് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ നോർമൽ കേട്ടോ. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനിയും സപ്പോർട്ട് ചെയ്യുക, വീഡിയോക്കൊക്കെ കമൻറ്റ് ഇടുക, ലൈക്ക് ഇടുക. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ കേട്ടോ. ഇനി ഇല വെട്ടിക്കൊണ്ട് 2 പ്രാവശ്യം ഇപ്പോൾ ഇല വെട്ടാൻ വന്നു പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്നെ ഇല വെട്ടിക്കൊണ്ട് വന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. മുറ്റത്തോട് നോക്കിയാൽ നല്ല വെയില. എന്നാലും പറമ്പിലോട്ടൊന്നും പോകണ്ട കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് വാഴയിലേക്ക് എടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മതിലിനോട് ചേർത്ത് 2 വാഴ കൊണ്ടുവച്ചത്. നേരത്തെ അവിടെ ഉണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു വാഴയൊക്കെ. ഇപ്പോൾ പക്ഷെങ്കിൽ അതെല്ലാം പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടോട്ട് വെച്ചതാണ്.
അത്യാവശ്യം നമുക്ക് ഒരു ഇലയുടെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ എണ്ണയിലൊന്ന് കഴിക്കാനോ ഒക്കെ വേണ്ടി കൊണ്ടിട്ടേക്കുന്ന. എന്നാ വെയിലാണെന്നറിയാവുന്നേ ദൈവമേ, ഭയങ്കര വെയിലാണ്. വെളിയിലോട്ട് നോക്കാൻ പറ്റുന്നില്ല കേട്ടോ, അതുപോലെ വെയിൽ. അപ്പോൾ ഞാൻ ഇലയൊക്കെ വെട്ടിയെടുക്കട്ടെ. ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ഊണ്. ഞാൻ അവിയൽ ഒരുപാട് എടുത്തു കേട്ടോ, പിന്നെ മീൻ വറുത്തതും മാങ്ങാച്ചാറും. ഞാൻ ചോറിനാണ്ടിരുന്ന് എൻ്റെ അവൻ്റെ ബനിയനൊക്കെ കിടക്കുന്നുണ്ട്. അതിന് പോലും സമയമില്ല, ഫോണിനകത്താണ്. ആ, അവന് ഫോണിനകത്താണ്. ഞാൻ പറഞ്ഞ ചോറിനെനിക്ക് അന്നേരം പറഞ്ഞ വിശക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞേ. പക്ഷെ ഇവനും എനിക്കറിയാം ഇരയിലിട്ടുള്ള ചോറ് ഭയങ്കര ഇഷ്ടം. അച്ഛനും ഇഷ്ടം കേട്ടോ ഇരയ്ക്ക്. അതിന് ഈ അവിയിലൊക്കെ ഇട്ട് കുഴച്ചേക്കുന്നതുകൊണ്ടാണ് അവൾ വരാത്തത്. ഇപ്പം എനിക്കിനും കൂടെ വാരി കൊടുക്കാം. കണ്ടോ, തിന്നുമ്പോഴെങ്കിലും നോക്കണതായിരുന്നു എന്താണെങ്കിലും. വാരി കൊടുക്കാന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ മക്കൾക്കെല്ലാം വിശപ്പാകും. തന്നെ കഴിക്കാൻ പറയുമ്പോൾ ആർക്കും വേണ്ട. വാ, ചോട്ടല്ലേ അവിടെ ശകലം ചോറ് കൊണ്ടുണ്ട്. വാ, ചോറെടുക്കണ ഇനി, ചോറെടുക്കണ ഇനി മതിയോ? അച്ഛക്കൂടെ ചവിട്ടല്ലേ കൂടെ ചോറ് ഇച്ചിരി ആവില്ല ഇങ്ങനെ മനെ ശകലാവില്ല, കലിപ്പില്ല. ആ മതി. ചെറുത് വന്നിട്ടുണ്ട് കേട്ടോ, ചെറു ശരിക്കും വന്നിട്ടില്ല. എന്നാ വേണേ നീ വേണോ? എന്നാ പിന്നെ പോ. അവിയൽ മാത്രം വേണോ? അയ്യ, അതെ തന്നെ ചവിട്ടി ചവിട്ടി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതായിരുന്നു ഞങ്ങളുടെ ഉച്ചക്കത്തെ ഊണൊക്കെ. ചോറ് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ഇതുപോലെ അവിയലെടുത്ത് ഇങ്ങനെ തിന്നാൻ നല്ല രുചിയാണ്. അവിയൽ മാത്രമായിട്ട്. പാട്ടാ സന്ധ്യ ആയപ്പോഴത്തേക്ക് ഞാൻ വെള്ളം ഒഴിക്കാൻ വന്ന കേട്ടോ. നമ്മുടെ കിളി ഇന്ന് തിരുപ്പുണ്ടേ, കണ്ടോ കണ്ടോ, അതെങ്ങോട്ടോ പറന്നു കേട്ടോ. അത് കണ്ടോ, അതേണ്ടിരിക്കുന്നു. അത് പറന്ന് അവിടെ നിന്നും പോയി. അതിനി വരട്ടെ, അന്നേരം കാണിക്കാതെ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇന്നലെ ഒരു ദിവസം വെള്ളം ഒഴിക്കാതെ വന്നപ്പോഴത്തേക്ക് ചെടി നല്ലപോലെ ഉണങ്ങി. ആ കിളി എൻ്റെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതിനെല്ലാം ഒന്ന് വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.